നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കബനി. സാർ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിലിപ്പോ നിത്യയും ആ പരട്ട് കിളവിയും മാത്രമേ ഉള്ളൂ. ഭയന്ന് ചത്തു പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭയം നിമിത്തം എത്ര മരുന്ന് കഴിച്ചാലും ഉറക്കം കിട്ടാത്ത അവസ്ഥ അവൾക്കുണ്ടാവണം. തെരിഞ്ഞു പോച്ചു സാർ, അത് ഞാൻ ഏറ്റു. ആ തള്ള നിന്റെ മുഖം കാണാതെ നോക്കിക്കോണം. തെരിയും സാർ. ശരി, വേഗം വേണം. അല്പം കഴിഞ്ഞ് ഞാനും വേറൊരാളും കൂടി അവിടെ വരും. ഞങ്ങൾക്ക് ഒരു ഇത്തിരി പണിയുണ്ട് അവിടെ. ഞാൻ മൂവ് ചെയ്തു സാർ. ഗുഡ്. ഹലോ മാഡം. ഞാൻ എത്തിയിട്ടുണ്ട്. ആഹാ, അപ്പോ സ്നേഹമൊക്കെ ഉണ്ട്. സിദ്ധു, വെറുതെ തന്നെ ദേഷ്യം പഠിപ്പിക്കല്ലേ. ഞാൻ പുറത്തുണ്ട്. വന്നാലും മാഡം. ചെരുപ്പ് കേട്ടോന്നേ. വേണ്ട. എങ്കിൽ പുഷ്പപാതകം പുറത്തു വെച്ചിട്ടേ കയറി വരൂ ചക്രവർത്തിനി. വലിയ സാഹിത്യമൊന്നും വേണ്ട. എന്നാ വലതുകാലം വെച്ച് കയറിക്കോ. അങ്ങനെയല്ലേ വേണ്ടത്. പിന്നെ വലത് കൈ പിടിക്കണമെന്നുണ്ട്, പക്ഷെ കൈ തരില്ലല്ലോ. എന്റെ വായിലിരിക്കുന്ന കേൾക്കാൻ നിൽക്കില്ലേ സിദ്ധു. എന്തൊരു പണിയാ സിദ്ധു കാണിച്ചത്. മെഡിസിൻ പോലും എടുക്കാതെ രാത്രിയിൽ ഇറങ്ങി പോവാന്ന് വെച്ചാല് അവിടുത്തെ അച്ഛൻ നിരഞ്ജൻ ഡോക്ടറെ ഏൽപ്പിച്ച മെഡിസിൻസാ. കഴിക്കേണ്ട വിധമൊക്കെ അറിയാലോ. ഇല്ലേലും കുഴപ്പമില്ല, നിരഞ്ജൻ സാർ എല്ലാം വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ ദേവിക പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കുവല്ലേ? അല്ല, സമയാസമയം എനിക്ക് മരുന്ന് എടുത്തു തരാനായിട്ട്. അധികം തമാശ ഒന്നും വേണ്ട, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എന്താ ദേവിക? ദേവിക എന്തിനാ കരയുന്നേ? ഇല്ല, എനിക്ക് വേണ്ടി കണ്ണീര് സങ്കടമൊന്നും ഇല്ലല്ലോ. കൃഷ്ണശില കൊണ്ടുണ്ടാക്കിയതാണല്ലോ എന്റെ മനസ്സ്. അതിന് കരയാനും മാത്രം ഇവിടെ ഇപ്പൊ എന്തുണ്ടായി? ദേവികയുടെ മനസ്സ് എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ എവിടെ ഉണ്ടെന്ന് ദേവിക വിളിച്ചു പറഞ്ഞത്. അപ്പോ ദേ മാലാഖയായിട്ട് മരുന്നും കൊണ്ട് പറന്നെത്തിയിരിക്കുന്നു. പിന്നെ മാലാഖ കുന്തം. വന്ന കാലം നിൽക്കാതെ അടുക്കള ഭരണം ഏറ്റെടുത്തോ? പിന്നെ ഞാനിവിടെ അടുക്കള ഭരിക്കാൻ വന്നതാണല്ലോ. ഓ, ഇങ്ങനെ വഴക്കുണ്ടാക്കാതെ ചെന്ന് നല്ലൊരു ചായ എടുത്തിട്ട് വന്നേ. ദേ അവിടെ അടുക്കള, പിന്നെ അവിടെ തേയിലയും പഞ്ചസാരയും എല്ലാം ഉണ്ട്.
ഫ്രിഡ്ജിൽ പാലും ഇരിപ്പുണ്ട്. ദേവികയുടെ കൈകൊണ്ടിട്ട് ചായ കുടിക്കാൻ ഒരാഗ്രഹം. പിന്നെ ഭാവിയിലെ ഒളിവിലെ ഓർമ്മകളെന്നും പറഞ്ഞ് പുസ്തകം എഴുതുമ്പോ ഇതും കൂടി എഴുതി ചേർത്തേക്കാം. ദേവികയുടെ കട്ടൻ ചായയും കടുപ്പത്തിലുള്ള വർത്തമാനവും. ഹെഡിങ് ഇതുപോരെ? മിണ്ടാതെ ഇവിടെ ഇരുന്ന ഞാനൊരു ചായ ഇട്ട് തരാം. എനിക്ക് ഉടനെ തിരിച്ചു പോണം. ആഹാ, ഞാനിപ്പോ ഓടിപ്പാഞ്ഞു വന്നത് തന്നെ ഈ മെഡിസിൻ തരാൻ വേണ്ടി മാത്രം. കൊച്ചേ, നിനക്ക് ഓറഞ്ചോ കുളുക്കോസോ വല്ലതും വേണോ? അല്ല, ഞാനിത് ആരോടായി ചോദിക്കുന്നേ? വാ തുറന്ന് മറുപടി പറയാനുള്ള കഴിവൊന്നും ഇല്ലല്ലോ ഈ മിണ്ടാപ്രാണിക്ക്. എന്തായാലും ഞാനൊരു ഓറഞ്ച് കഴിക്കാം. ചൂടിന്റെ ആവും, ഭയങ്കര ക്ഷീണം. ഇതിന് കുരുവില്ലാതെ ദൈവം സൃഷ്ടിച്ചാൽ മതിയായിരുന്നു. ദൈവമാണെന്ന് പറഞ്ഞിട്ട് എന്താ വകതിരി വേണ്ട. എന്റെ ഒച്ച, നിന്റെ കാര്യമാണ് കഷ്ടം. നിനക്കെന്നാ സ്കൂട്ടർ എടുത്തിയാടി പോണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇതിനാ കാലൻ മാടി മാടി വിളിക്കാന്ന് പറയുന്നത്. നമ്മൾ ചെന്ന് കയറി കൊടുക്കും. നിന്റെ നാവൊന്ന് അനങ്ങിയിട്ട് വേണം ആ ദേവികയും സിദ്ധാർത്ഥനെ നിർത്തിപ്പൊരിക്കാൻ. രണ്ടുപേർക്കുള്ള ആദ്യത്തെ അടി എന്റെ വകയാ. ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ മച്ചിലെ മാറാലയില് പ്രാണിയെ പിടിക്കുന്നതും ചെലന്തി വല കെട്ടുന്നതും ഒക്കെ നോക്കിക്കിടന്നു. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. അകത്തമ്മ ദേവിക ജോലി തണ്ടി പോയേക്കുവാ. നിന്റെ അമ്മ നിനക്ക് മരുന്ന് വാങ്ങിക്കാനും. ഇനി ഒരു പുളിങ്കറിയെങ്കിലും വെക്കണമെങ്കിലേ വിലാസിനിയുടെ കൈ തന്നെ വേണം. ഞാൻ അങ്ങോട്ട് ചെല്ലുവാണേ.